തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിക്കണം. വെറ്റിലപ്പാറ പ്ലാന്റേഷനിലെ 17-ലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യം നാളെ ആരംഭിക്കാനുള്ള ശ്രമം വനം വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുങ്കിയാനയെ കുഞ്ചുവിനെയും അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. റിയ ബേബിയുണ്ട്. വിവരങ്ങളുമായി റിയ, വനം വകുപ്പിൻ്റെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ആസൂത്രണം തുടരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആന എത്തിയത്. അപകടകരമായ സാഹചര്യമുണ്ടോ? ആനയുടെ ആരോഗ്യം എങ്ങനെയാണ് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ദൗത്യം എങ്ങനെ നടപ്പാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? രതീഷ്, ഈ കൊമ്പന് ചികിത്സ നൽകുന്ന രണ്ടാം ദൗത്യം നാളെ രാവിലെ മുതൽ ആരംഭിക്കുമെന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അതിനായി ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാത്രി തന്നെ അതിരപ്പള്ളിയിലെത്തും. ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടമെന്ന രീതിയിലാണ് 3 കുങ്കി ആനകളെയും വെറ്റിലപ്പാറയിലെ അങ്കനവാടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കോമ്പൗണ്ടിലാണ് 3 കുങ്കി ആനകളെയും ഈ ദിവസങ്ങളിലൊക്കെയും തുടരുക. കാരണം ഫെൻസിംഗ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. മറ്റാനകൾ വരാനുള്ള സാധ്യതയടക്കം കണക്കിലെടുത്താണ് ഈ വടക്കനാട് കൊമ്പൻ എന്നറിയപ്പെടുന്ന വിക്രം, അതോടൊപ്പം തന്നെ മുത്തങ്ങയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കുഞ്ചു, ഈ ദൗത്യത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കോന്നി സുരേന്ദ്രൻ, അങ്ങനെ 3 അംഗ കുങ്കിയാനകളുടെ സംഘത്തെ അതിരപ്പള്ളിയിലേക്ക് ഇതിനായി എത്തിച്ചിട്ടുണ്ട്. വനം വകുപ്പും അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സഖ്രയും ഈ പദ്ധതി പ്ലാൻ ചെയ്തത് നാളെ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദമായി തന്നെ ഒരു നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ കൊമ്പന് ചികിത്സ നൽകി വിട്ടയച്ചതാണ്. പിന്നീടാണ് മുറിവ് വലുതാവുകയും നമ്മൾ രാവിലെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അതിൽ നിന്ന് വ്രണങ്ങൾ താഴെ പൊട്ടി ഒലിക്കുന്ന ഒരു സാഹചര്യം, ഈച്ചകൾ ചുറ്റും നടക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെ മുറിവ് വലുതായി ഒരു ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം പ്രകടമായി തന്നെ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. ഇത് എത്രത്തോളം ഉള്ളിലേക്ക് ആനയെ ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ചെളിയൊക്കെ കോരി അതേ മുറിവിലേക്കാണ് കൊമ്പൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുറിവിന്റെ ഒരു സ്ഥിതി സംബന്ധിച്ചൊക്കെ വിശദമായി തന്നെ ഒരു നിരീക്ഷണം നാളെ ഈ ഡോക്ടർ അരുൺ സഖ്രയ്ക്കും സംഘത്തിനും നടത്തേണ്ടി വരും. അതിനനുസരിച്ചായിരിക്കും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക. അത് സുഖകരമായ ഒരു സാഹചര്യമാണ്, അത് നല്ലൊരു സാഹചര്യമാണ് എന്ന് കണ്ടാൽ ആനയെ ലൊക്കേറ്റ് ചെയ്യുക, ആനയുടെ ടെറൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇന്നിപ്പോൾ ആനയുള്ളത് ഈ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്തുള്ള എണ്ണപ്പന തോട്ടത്തിലാണ്. അത് നല്ല ടെറൈനാണ്, പക്ഷേ ഈ നദി തൊട്ടടുത്തുണ്ട്. അങ്ങനെ ഒരു സ്ഥലം ഈ ദൗത്യത്തിന് അത്ര അനുയോജ്യമല്ല എന്നതാണ് വനംവകുപ്പ് പറയുന്നത്. കാരണം ഈ മയക്കുവെടി വെക്കുമ്പോൾ ആന ഓടി നദിയിലേക്ക് ചാടാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് അല്പം നിരപ്പായ ഒരു സ്ഥലത്തേക്ക് ആനയെ കിട്ടുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നാളെ ആ കാര്യം വിശദമായി തന്നെ പരിശോധിക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഏഴാറ്റുമുഖം റേഞ്ച് ഓഫീസറുടെ നേതൃത്വ സംഘമാണ് ഈ ആനയെ ട്രേസ് ചെയ്യും ട്രാക്ക് ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഈ കുങ്കി ആനകളുടെ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്. മറ്റാനകൾ ഈ പ്രദേശത്തുള്ളത് സംബന്ധിച്ച് നിരീക്ഷണവും ഒക്കെ മറ്റൊരു സംഘം നടത്തുന്നുണ്ട്. ഈ സാഹചര്യം അനുകൂലമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട് എത്തിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, റിയ ബേബിയാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ദൗത്യം അതിന്റെ ആസൂത്രണം നടക്കുന്നതിനിടയിലാണ് ജനവാസ മേഖലയിലേക്ക് ആന എത്തിയിരിക്കുന്നത്.